വൺസ് മോർ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൻ്റെ സ്മോൾ കൺട്രി കേസ് ആയിരുന്നു. ഓക്കെ, എഫക്ട്സ് ഓഫ് ടാരിഫ് ഈ എങ്ങനെ ഒരു സ്മോൾ കൺട്രിയുടെ വെൽഫെയറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ശരിക്കും ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസിൻ്റെ ഭാഗമായിട്ട് രണ്ട് കേസ് സ്റ്റഡി പോലെ നമുക്ക് ഒന്ന് ഒരു സ്മോൾ കൺട്രി കേസും പിന്നെ ഒരു ലാർജ് കൺട്രി കേസും നമ്മൾ ലാർജ് കൺട്രിയുടെ മേലുള്ള ഇമ്പാക്റ്റ് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഇന്നലെ കണ്ടു, ശ്രദ്ധിക്കുക, എഫക്ട്സ് ഓഫ് ടാരിഫ് ഫ്രം എ ജനറൽ ഇക്വിലിബ്രിയം ഫ്രെയിംവർക്ക്, ആൻഡ് there will be two case studies. First is one small country case, second is the large country case, and the first one we already covered during the last class. Okay, ഈ ടോപ്പിക് ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് വെൻ സ്മോൾ കൺട്രി ഇമ്പോസസ് ടാരിഫ്. ഓക്കെ, അതിൻ്റെ ഡയഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇന്നലെ. സെക്കൻഡ് ഇപ്പോൾ ഈ ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സ്മോൾ കൺട്രിയുടെ കേസിൽ ടാരിഫ് അത് ഇമ്പോസ് കഴിഞ്ഞാൽ വെൽഫെയർ എഫക്റ്റ് എന്തോരണ്ടാവും, കൺസംഷൻ എഫക്റ്റ് എങ്ങനെയായിരിക്കും, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാർജ് കൺട്രിയുടെ കേസിലാണ്. നമുക്ക് നോക്കാം ജസ്റ്റ്. ഓക്കെ, when the tariff is imposed by a large country, remember a large country, the reduced demand for imports due to the imposition of tariff may reduce the world demand for that product. As a result, the price of the importable good falls. Okay, this is the real clue regarding the impact of a tariff imposed by a large country. ഓക്കെ, അപ്പോൾ ഒരു ലാർജ് കൺട്രിയുടെ കേസും സ്മോൾ കൺട്രിയുടെ കേസും നമ്മളുടെ വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഒന്നൊന്നും സ്മോൾ കൺട്രിയുടെ കേസിൽ അത് കുറച്ച് എമൗണ്ടേ മേടിക്കുള്ളൂ സ്മോൾ കൺട്രി. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിമാൻഡ് കുറച്ചു, അല്ലെങ്കിൽ അത് ടാരിഫ് ഏർപ്പെടുത്തി, അതിൻ്റെ ഫലമായിട്ട് ഇമ്പോർട്ട് കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ലോകത്തിലെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ അത് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ അത് ഏതാ കമ്മോഡിറ്റിയുടെ മേലിലാണോ ടാരിഫ് ഏർപ്പെടുത്തി ആ കമ്മോഡിറ്റിയുടെ വിലയ്ക്ക് ഒരു മാറ്റവും വരില്ല. സോ ദി സ്മോൾ കൺട്രി കനോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രൈസ് സിറ്റുവേഷൻ in the international market by changing its demand, because it is so small. It cannot, its demand is so small to influence the price of that commodity in the international market, so nothing will happen to the price of that commodity in the international market. Okay, sorry, but in the case of a large country which makes sizable demand in the international market, when it imposes tariff, remember, and in that way the demand comes down. Okay, when that country imposes tariff, since it is a large consumer or large what we can say buyer from the international market, because of the higher tariff and the higher price, demand for that commodity decreases in this large country. Okay, so the demand for that product in the international market also comes down, so the price of that product comes down in the international market. Okay, അപ്പം കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറയും. അപ്പോൾ അങ്ങനെ കുറയുമ്പം ഈ രാജ്യത്തിന് അത് ഫേവറബിളായി തീരും എന്നാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് എ ടാരിഫ് വെൻ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ബൈ എ ലാർജ് കൺട്രി ഓൺ ദി ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റി ഫേവേഴ്സ് ദ ടാരിഫ് ഇമ്പോസിങ് കൺട്രി. ഓക്കെ, റിമെമ്പർ ദ കൺട്രി കൺസേൺ ഈസ് എ ലാർജ് കൺട്രി. ഓക്കെ, അതാണ് നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒറ്റ സെൻറ്റൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ വായിക്കാം നമുക്ക് വേണ്ടി. വെൻ ദി ടാരിഫ് ഈസ് ഇമ്പോസ്ഡ് ബൈ എ ലാർജ് കൺട്രി, റിമെമ്പർ ലാർജ് കൺട്രി, ദ റെഡ്യൂസ്ഡ് ഡിമാൻഡ് ഫോർ ദി ഇമ്പോസ് ഡ്യൂ ടു ദി imposition of tariff may reduce the world demand for that product. As a result, the price of the importable good falls. Okay, in such a situation, the fall in import price related to export price for the tariff imposed in large country cause a change in the international price ratio. അപ്പോൾ അവിടെ ഒരു ഇൻ്റർനാഷണൽ പ്രൈസ് റേഷ്യോയിൽ ഒരു ചേഞ്ച് വരും. ഇതാണ് ഒറിജിനൽ സിറ്റുവേഷൻ. അപ്പോൾ അല്പം കൂടെ ഇൻ്റർനാഷണൽ പ്രൈസ് റേഷ്യോയിൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൈസിന് കുറയുകയും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് മാറാതെ നിൽക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ടേംസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആവും. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മൾ ഒരു ടാരിഫ് ഏർപ്പെടുത്തി വലിയ രാജ്യമാണ്. അപ്പോൾ ഉദാഹരണമാണ് ഇന്ത്യയുടെ പൾസസിൻ്റെ കേസിലാണ് നമുക്ക് നോക്കാം. ഇന്ത്യ പൾസസിൻ്റെ മേളിൽ ടാരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് ഈ രീതി നമുക്ക് നോക്കാം. അപ്പോൾ ഈ നമ്മൾ ടാരിഫ് ഏർപ്പെടുത്തും. സിൻസ് വി ആർ എ ബിഗ് ബയർ, the demand for that commodity in the international market comes down, so the price of that commodity also comes down. Okay, so price of our importable commodity comes down, ശരിയല്ലേ? But the price of our exportable commodity remains the same.
So what will be its net impact on us? See, in this case, since the price of the commodity, importable commodity, has came down for us, and at the same time the price of our exportable commodity remains same, we got some advantage because the price of our imported commodity came down. Okay, so you can say that the terms of trade became favorable for us. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ വില കുറഞ്ഞു, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൻ്റെ വില അതുപോലെ തന്നെ നിന്നു. അപ്പോൾ നമുക്കൊരു അനുകൂലം, ഒരു ഫേവറബിൾ സിറ്റുവേഷൻ അവിടെ നമുക്ക് കിട്ടിയെന്ന് പറയാമല്ലോ. അപ്പോൾ ആ ഫേവറബിൾ സിറ്റുവേഷൻ നമ്മൾ ഈ ടേംസ് ഓഫ് ട്രേഡ് എന്നാണ് പറയുക. ഓക്കെ, ടേംസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആണെന്നാണ് പറയുക. അതായത് the price ratio between the exports goods and imports goods have changed in the sense that the price of importable commodities came down. So we got an advantageous position. Okay, we can pay only less and less amount for importing a particular commodity. അപ്പോൾ ഈ ലാർജ് കൺട്രിക്ക് അവിടെ ഒരു നേട്ടം കിട്ടിയെന്ന് നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ കിട്ടിയല്ലോ. ഇതാണ് ലാർജ് കൺട്രി ടാരിഫ് ഇമ്പോസ് കഴിഞ്ഞുള്ള ആ രാജ്യത്തിനുള്ള നേട്ടം. സോറി കേട്ടോ, ഒരു സെക്കൻഡ് ഇച്ചിരി വലിയ നോക്കാം. ഇച്ചിരി വലിയ ഒരു സെക്കൻഡേ, അനുസരിപ്പിച്ചിട്ടുള്ളൂ. ഒന്നോടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ കാണുന്നതെന്ന് അറിയാം, ഈ നമ്മൾ കണ്ടു ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും ലാർജ് കൺട്രി ആണെങ്കിൽ അതിന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില കുറയുന്നു, അതുകൊണ്ട് അതിനൊരു അഡ്വാൻറ്റേജസ് പൊസിഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ കൊണ്ട് മാത്രമല്ല തീരുന്നത്, നമുക്ക് നെറ്റ് വെൽഫെയർ എഫക്റ്റ്, കൺസംഷൻ എഫക്റ്റ്, പ്രൊഡക്ഷൻ എഫക്റ്റ്, എക്സ്പോർട്ട് ചെയ്യുന്നത് എത്രമാത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കൂടെ നമ്മൾ നോക്കണം. അതൊക്കെ നമ്മൾ പഴയ സ്മോൾ കൺട്രിയുടെ കേസിൽ നോക്കില്ല, നമുക്ക് ഇവിടെ നോക്കണം. ഓക്കെ, നോ ദി പ്രൊഡക്ഷൻ എഫക്റ്റ്, ദി കൺസംഷൻ എഫക്റ്റ്. ഇതെന്ത്, ഒരു സെക്കൻഡ് വാങ്ങി പോകണം, ഒരു സെക്കൻഡ് ഇത് പോസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് പ്രൊഡക്ഷൻ എഫക്റ്റ്, കൺസംഷൻ എഫക്റ്റ്, ടൈംസ് ഓഫ് ട്രേഡ് എഫക്റ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണം. എങ്ങനെ ലാർജ് കൺട്രിയുടെ കേസിൽ നമ്മൾ സ്മോൾ കൺട്രിയുടെ കേസിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതെല്ലാം നമുക്ക് ഈ സെയിം ഡയഗ്രത്തിൽ നിന്ന്, പഴയ ഒരു ഡയഗ്രം ഉണ്ട്, ഇന്നലത്തെ ഡയഗ്രം, ആ ഡയഗ്രം നമ്മൾ പല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുക. ഇന്നത്തെ ലാർജ് കൺട്രിയുടെ കേസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ ഡയഗ്രം മാത്രം സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഓഫർ കർവിലേക്കൊക്കെ പോകണമായിരുന്നു. തൽക്കാലം അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ ഡയഗ്രം വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇഫ് tariff causes a fall in the price of the importable commodity, steel. Okay, steel is our importable commodity. നമ്മൾ ഇന്നലെ കണ്ടാട്ടോ, മറന്നു പോയിക്കണം. Cloth is our exportable commodity. So price comes down because of the imposition of a tariff on the importable commodity of steel. Then what happens? Related to the price of exportable commodity, cloth. Okay, now the international exchange ratio line shifts to P to B, which is cheaper than the exchange ratio of either P0, both P0 and P1B. Okay, ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു ഒരു സ്മോൾ കൺട്രി കേസിൽ P0 was the original international price line which shows the price ratio between the importable commodity and the price ratio between the exportable commodity. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റിയും ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റിയും തമ്മിലുള്ള പ്രൈസ് റേഷ്യോ കാണിക്കുന്ന ലൈനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് റേഷ്യോ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് P0 ആണ്. ഓക്കെ, നൗ ഇവിടെ P0 അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇന്നലെ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തേക്കും സ്മോൾ കൺട്രി കേസിൽ അത് P1 ആയിട്ട് ഷിഫ്റ്റ്, P1B ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ബി ഇവിടെ ആയിരുന്നു വന്നേക്കുന്നത്, നമ്മൾ ഇങ്ങോട്ട് മാറ്റി ബി വേണം എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നലെ. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ അങ്ങനെ അത് ഇവിടെ കിട്ടിയല്ലോ, അത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടിയല്ലോ. ഇന്നലെ സ്മോൾ കൺട്രിയുടെ കേസിൽ അല്ലേ നമ്മൾ ഇമ്പോർട്ട് കുറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട്. ഈ നമ്മൾ ലാർജ് കൺട്രിയുടെ കേസിൽ എന്തായാലും ഡിഫറെൻറ്റാണ്. നമ്മൾ കാണാത്തൊരു സെക്കൻഡ് അഡ്മിറ്റ് ചെയ്ത് നമ്മൾ കാണാത്ത ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്നലെ കാണാതെ പോയത് ഈ P2B ആണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയോ, ഒരു ലാർജ് കൺട്രി ആണെങ്കിൽ, ഞാനൊന്ന് വായിച്ചു കഴിഞ്ഞോട്ടെ, ബാക്കി നമുക്ക് റെലവൻ്റ് അല്ലല്ലോ. ഒരു ലാർജ് കൺട്രി ആണെങ്കിൽ ആ ലാർജ് കൺട്രി ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വില കുറയുമെന്ന് പറഞ്ഞു. ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ കാരണം വില കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, വില കുറയുന്നത് ടാരിഫ് കൂടുമ്പം വില കൂടും, ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ വില കൂടും. പക്ഷേ അതിനേക്കാൾ ഉപരി അതൊരു ലാർജ് കൺട്രി ആയതുകൊണ്ട്, സിൻസ് ഇറ്റ് ഇസ് എ ലാർജ് കൺട്രി, സിൻസ് ഇറ്റ്സ് ഡിമാൻഡ് is fall, the price of that commodity in the international market
importable commodity, that comes down steeply, because this country, as suppose that since it is a large country, it might have bought around 30 to 50% of the total commodities that were supplied in the international market. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൊത്തമുള്ള 30 വേണ്ട, ഒരു 15 മതി, 15 തൊട്ട് 30% കമ്മോഡിറ്റി മേടിക്കുകയാണെങ്കിൽ ഉള്ള എമൗണ്ടും മൊത്തം സപ്ലൈ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ മൊത്തമുള്ള എമൗണ്ടും കമ്മോഡിറ്റിയുടെ 15 തൊട്ട് 30% എമൗണ്ട് ഈ രാജ്യം മേടിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഡിമാൻഡ് കുറയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്രൈസ് കുറയും. അപ്പോൾ ആ പ്രൈസ് കുറയുമ്പം കുറഞ്ഞ പ്രൈസിന് ഈ ലാർജ് കൺട്രിക്ക് മേടിക്കാൻ പറ്റും എന്നാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്ചേഞ്ച് റേഷ്യോ ഉണ്ടല്ലോ, ഈ P0 നിന്ന് സ്റ്റീപ്പായിട്ടൊരു എക്സ്ചേഞ്ച് റേഷ്യോ മാറും, അതിലേക്ക് വരും കേട്ടോ. ഇന്നലെ നമ്മൾ P0 ആയി കണ്ടത്. ഓക്കെ, സ്മോൾ കൺട്രി കേസിൽ. അപ്പോൾ സ്മോൾ കൺട്രിയുടെ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ പുതിയൊരു എക്സ്ചേഞ്ച് റേഷ്യോ വരും, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് റേഷ്യോ വരും. അതേത് എക്സ്ചേഞ്ച് റേഷ്യോ ആണ്? P1B. ഇങ്ങനെയാണ് പറയേണ്ടത് ശരിക്കും. എന്താണ് P1B? അപ്പോൾ ഞാനിതൊന്ന് വായിച്ചു കളയാം. അപ്പോൾ ആ P1B എന്നുള്ളത് ഈ P0യിലേക്ക് പാരലാണ്. അതാണ് നമ്മൾ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇറ്റ് ഷുഡ് ബി പാരൽ. പാരൽ മീൻസ് there is no change in the slope. What is the slope says? The slope says the exchange ratio between the importable commodity, the price of the importable commodity, and the price of what we can say the exportable commodity. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സ്ചേഞ്ച് റേഷ്യോ. അപ്പോൾ ആ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് റേഷ്യോ ഇവിടെ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ദ എക്സ്ചേഞ്ച് റേഷ്യോ ദി പ്രൈസ് റേഷ്യോ ബിറ്റ്വീൻ what we can say the importable commodity and the exportable commodity remains the same in this exchange line. മനസ്സിലായല്ലോ? അതാണ് പാരലായിട്ട് നമ്മൾ വരയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് സ്റ്റീപ്പായിപ്പോയി. ഇതിന് പാരലാണോ? അല്ല, പാരലല്ല. അപ്പോൾ നമുക്ക് അതൊന്ന്, ഇപ്പോൾ ഇതായിരുന്നു ശരിക്കും ലാർജ് കൺട്രിയുടെ കേസിൽ ഒറിജിനൽ എക്സ്ചേഞ്ച് ലൈൻ. ഓക്കെ, ദാറ്റ് മീൻസ് ദ പ്രൈസ് റേഷ്യോ ബിറ്റ്വീൻ ദി എക്സ്പോർട്ടബിൾ കമ്മോഡിറ്റി ആൻഡ് ദി ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റി. ഓക്കെ, അതായത് P0. ഇനി ഇവിടെ ഇത് ടാരിഫ് ഇമ്പോസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സ്റ്റീപ്പായിട്ട് വന്നു. സ്റ്റീപ്പായിട്ടെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വില കുറഞ്ഞെന്ന് അതിനർത്ഥം കൊണ്ട് കൂടുതൽ നമുക്ക് ഇത് ഇങ്ങോട്ട് പോവാം. ഉണ്ടോ? അതിൻ്റെ ഇൻ്റർസെപ്റ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇൻ്റർസെപ്റ്റ് ഇവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു, ഇവിടെ കൂടുതൽ ഏരിയ പ്രൈസ് കുറഞ്ഞെന്നാണ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മുകളിലോട്ട് ഭാഗമൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു പ്രൈസ് റേഷ്യോ കിട്ടിയത്. ഈ പ്രൈസ് ലൈൻ ബിക്കം വെരി സ്റ്റീപ്പ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റി ഓൺ വിച്ച് ദ ടാരിഫ് ഹാസ് ബീൻ ഇമ്പോസ്ഡ് കെയിം ഡൗൺ. ഓക്കെ, ഇറ്റ് കെയിം ഡൗൺ. അപ്പോൾ ഒരു സ്മോൾ കൺട്രിയുടെ കേസിൽ അങ്ങനെ നടക്കുന്നില്ല. ഇന്നലെ നമ്മൾ പാരലായിരുന്നു. ലാർജ് കൺട്രിയുടെ കേസിൽ ഇങ്ങനെ സ്റ്റീപ്പായിട്ട് പോയി. അതിൻ്റെ അർത്ഥം എന്ത്? പ്രൈസ് ഓഫ് ദി ഇമ്പോർട്ടബിൾ കമ്മോഡിറ്റി കെയിം ഡൗൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പിടികിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ആ പ്രൈസ് ലൈന് ഇങ്ങനെ സ്റ്റീപ്പായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി എന്താണ് ട്രേഡ് ഇമ്പാക്റ്റ് നോക്കാം. അതാണല്ലോ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത്. ട്രേഡ് ഇമ്പാക്റ്റിൽ നമുക്കൊരു പുതിയ ട്രയാങ്കിൾ കിട്ടും. P2B ആണ് പുതിയ എക്സ്ചേഞ്ച് ലൈന്. അവിടെ നമ്മൾ ഇക്വിലിബ്രിയം നോക്കാം. ഇക്വിലിബ്രിയം നോക്കിയാലല്ലേ നമുക്ക് പ്രൊഡക്ഷനും കൺസംഷനും ഒക്കെ നമുക്ക് പിടികിട്ടുള്ളൂ. എത്രമാത്രം എക്സ്പോർട്ട് ചെയ്തു, എത്രമാത്രം ഇമ്പോർട്ട് ചെയ്തു, ഇതൊക്കെ നമുക്ക് പിടികിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ പ്രൊഡക്ഷൻ ലൈൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് ഈ ആയിരുന്നു ഒറിജിനൽ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഇക്വിലിബ്രിയം. പിന്നെ ബിയിലേക്ക് മാറി. അപ്പം ബിയിലേക്ക് മാറിയപ്പം ബിയിലാണ് പുതിയ എന്ത് നടക്കുന്നത്? പ്രൊഡക്ഷൻ നടക്കുക. പ്രൊഡക്ഷൻ നടക്കുമ്പോഴത്തേക്കും നമ്മൾ കണ്ടു ഇന്നലെ എന്താണ് ഇവിടെ R2 പുതിയ ഇക്വിലിബ്രിയം. അപ്പോൾ R2 കൺസംഷനും ബിയിൽ പ്രൊഡക്ഷനും ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യമേ ഇനി ലാർജ് കൺട്രിയിലേക്ക് വരിക. ഇന്നത്തെ ലാർജ് കൺട്രിയിൽ ഇയിലാണ് പ്രൊഡക്ഷൻ. ഓക്കെ, പക്ഷേ അന്നേരം എന്ത് ചെയ്യുന്നു പറയുക? ടാരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ പുതിയൊരു പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം വരുന്നു. ആ പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം ഏതാണ്? ബി തന്നെയാണ്. ഏതാണ്? ബി തന്നെയാണ്. അപ്പോൾ നമ്മൾ ബി പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ കൺസംഷനാണ് പ്രധാനം. കൺസംഷൻ ഇവിടെ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ലാർജ് കൺട്രിയുടെ പ്രൊഡക്ഷൻ ഇവിടെയാണ് നടക്കുന്നതെങ്കിൽ കൺസംഷൻ R3 മനസ്സിലായല്ലോ? അല്ലെങ്കിൽ കൺസംഷൻ ഇക്വിലിബ്രിയം R3 ഇത് ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? R3 ഭയങ്കര മുകളിലാണ്. അപ്പോൾ R3 എക്സ്ചേഞ്ച് ലൈൻ നമ്മൾ വരച്ച് ബിയും കൂടെ മുട്ടിച്ച് എന്നിട്ട് ഇങ്ങോട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ വരച്ചതിന് താഴോട്ട് മുട്ടിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ രണ്ടുമൂന്ന് നമുക്ക് എത്രമാത്രം എക്സ്പോർട്ട് ചെയ്യണം, എത്രമാത്രം ഇമ്പോർട്ട് ചെയ്യണം നമ്മൾ നോക്കുക. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ട് എത്രയായിരിക്കും? നമ്മുടെ എക്സ്പോർട്ട് DB ആയിരിക്കും. നമ്മുടെ ഇമ്പോർട്ട് എത്രയായിരിക്കും? നമ്മുടെ ഇമ്പോർട്ട് R3D ആയിരിക്കും. ഭയങ്കര കൂടുതൽ ഏരിയ ഉണ്ട്. R3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ കാണാൻ പറ്റുന്നതെന്ന് ഞാൻ ഇച്ചിരി വലുതാക്കാം. R3D എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്, ശരിയല്ലേ? DB എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്തു? ഒരു സെക്കൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമുക്ക് കൂടുതൽ എമൗണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. കുറച്ച് എമൗണ്ടേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ.
മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഒരു നേട്ടം കിട്ടി. അതായത് നമ്മൾ കൂടുതൽ എമൗണ്ട് ഇമ്പോർട്ട് ചെയ്യുകയും കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുക ഈ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അത് നമുക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് വന്നു. നമ്മുടെ ടൈംസ് ഓഫ് ട്രേഡ് നമുക്ക് അഡ്വാൻറ്റേജ് ആയി തീർന്നു, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ആയി തീർന്നു എപ്പോൾ ടാരിഫ് ഏർപ്പെടുത്തിയപ്പോൾ. ഓക്കെ, സോ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബീയിങ് എ ലാർജ് കൺട്രി വെൻ യു ആർ ഗോയിങ് ടു ഇമ്പോസ് എ ടാരിഫ് ഓൺ ദി ഇമ്പോർട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ ലൈൻ പോയിന്റ് നമ്മൾ വരയ്ക്കുക. ഇവിടെ ഹയർ, വേറൊരു കാര്യമാണ് ഹയർ കൺസംഷൻ ഈ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ്കാരും കൂടെ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുക, ഹയർ ലെവൽ ഓഫ് വാട്ട് വി ക്യാൻ സേ വെൽഫെയർ ആണ് നമ്മൾ കാണിക്കുക. സാറ്റിസ്ഫാക്ഷനേക്കാൾ ഉപരി എന്താണ് വെൽഫെയർ. നമ്മൾ പറഞ്ഞു ഇന്നലെ സ്മോൾ കൺട്രി ടാരിഫിൻ്റെ ഒറിജിനൽ സിറ്റുവേഷൻ C2 ആയിരുന്നു പറഞ്ഞു. പിന്നെ ടാരിഫ് ഏർപ്പെടുത്തിയപ്പം അതിൻ്റെ വെൽഫെയർ C1 താഴോട്ട് വന്നു. താഴോട്ട് വന്നു പറഞ്ഞാൽ ലോവർ കമ്മ്യൂണിറ്റി ഇൻഡിഫറൻസ്കാർ ഷോസ് ലോവർ ലെവൽ ഓഫ് വാട്ട് വി ക്യാൻ സേ welfare to the society, So but in this case, when tariff imposing country is very large or large, actually its community indifference score goes up, indicating that as a result of the imposition of a tariff, its welfare level has increased, okay, from C3 to C3 and point, from R1 to R3. മനസ്സിലായല്ലോ. അപ്പോൾ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു, ലാർജ് കൺട്രി ആണെങ്കിൽ എൻ്റെ വെൽഫെയർ കൂടി. മനസ്സിലായല്ലോ, വെൽഫെയർ കൂടി, ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണെന്നോ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് കുറഞ്ഞു, ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ എന്താണ് ക്വാണ്ടിറ്റി ഒരല്പം കൂടി. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അല്പമല്ല, കാര്യമായിട്ട് തന്നെ കൂടി. എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കുറച്ച് മാത്രം കൊടുത്താൽ മതി എന്നായി. സോ എത്രമാത്രം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് പകരമായി നമ്മൾ എത്രമാത്രം ഇമ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ ടൈംസ് ഓഫ് ട്രേഡ് ലൈൻ നമുക്ക് കാണിച്ചിരുന്നത്. ഈ സംഭവം നമുക്ക് കാണിച്ചിരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണിച്ചിരുന്നത്. നമ്മൾ ഇത്രയും എക്സ്പോർട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് ഇത്രയും ഇമ്പോർട്ട് കിട്ടി. ഇവിടെ അങ്ങനെയായിരുന്നു, നമ്മൾ ഇത്രയും എക്സ്പോർട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 4 ആണെങ്കിൽ ഇവിടെ ഒരു 2, ഇത് 2, എത്രയായിരിക്കും നമുക്ക് കൂട്ടി നോക്കിയാലോ, ഒരു 6, 2 6 വന്നു. നമുക്ക് 6 ഇമ്പോർട്ടും 2 എക്സ്പോർട്ടും. നേരത്തെ എങ്ങനെയായിരുന്നു, 2 എക്സ്പോർട്ടും 2 ഇമ്പോർട്ടും ആയിരുന്നു. 2 യൂണിറ്റ് നിന്ന് കൂട്ടിക്കണം, അത് പ്രൈസിനേക്കാൾ വരും. അപ്പം ആ യൂണിറ്റ് വൈസ് ഉള്ള ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്ത് നോക്കാം, നമുക്ക് ഈസി ആയിട്ട് പിടി കിട്ടും. സോ ദാറ്റ് ഈസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് വെൻ ലാർജ് കൺട്രി ഇമ്പോസസ് ടാരിഫ് ഓൺ ദി ഇമ്പോർട്ട്സ്. ഓക്കെ, സോ പിടി കിട്ടിയല്ലോ. ഇതൊക്കെ നമ്മൾ താഴെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഡയഗ്രാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. സോ പോയിന്റ് R3, answer point R3 indicates the equilibrium point, consumption point of large country when it imposes tariff on the import of a commodity. Importable commodity here is steel, okay, and it gets in a higher community indifference curve indicating higher level of welfare. So R3 is a relevant point. It shift from E to R3, R1 to R3. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോയിൻ്റ് നമ്മൾ ഇന്നും ഇല്ലെങ്കിലും സാധാരണ ഒരു ടാരിഫ് ഇല്ലാത്ത സമയത്ത് കൺസംഷൻ R1 നടക്കുക. അപ്പോൾ ഇവിടെ R3 മുകളിലേക്ക് പോയി എന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാർജ് കൺട്രിയുടെ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്ന കേസിൽ ജനറൽ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് പറയേണ്ടത്. ഇൻ്റർനാഷണൽ ടൈംസ് ഓഫ് ട്രേഡ് ലൈൻ ഷിഫ്റ്റ് ചെയ്തു, ഫേവറബിളായിട്ട് ഷിഫ്റ്റ് ചെയ്തു, പ്രൈസിനെ സ്വാധീനിക്കാൻ പറ്റി. മനസ്സിലാവും, ഇൻ്റർനാഷണൽ പ്രൈസ് ഇമ്പോർട്ടബിൾ ഐറ്റത്തിൻ്റെ കുറഞ്ഞു. ആ കൺട്രിയുടെ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്ന കൺട്രിയുടെ വെൽഫെയർ കൂടി. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വിലിബ്രിയം ഫ്രെയിം വർക്ക് in the case of what we can say in the case of a large country when it imposes a tariff. Okay, അപ്പം എക്സാമിനെ സംബന്ധിച്ചോളം നിങ്ങൾ ഈ ഒറ്റ ഡയഗ്രാം കൊണ്ട്, ഒരു സെക്കൻഡ് മാറിപ്പോയി, ഒറ്റ ഡയഗ്രാം കൊണ്ട് നമുക്ക് രണ്ട് കൺട്രിയുടെയും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. വേറൊരു മെത്തേഡോ ടെക്നിക്കോ ഒന്നും നമ്മളിവിടെ മാത്സുകാരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ് ശരിക്കും ഈ ഒരു ഡയഗ്രാം ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. ഈ ഡയഗ്രാം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിൽ നിന്ന് എടുത്താണ്, ഒരു സോഴ്സിൽ നിന്ന് എടുത്താണ്, നെറ്റിൽ നിന്നല്ല, നല്ലൊരു ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് എടുത്താണ്. ഞാൻ ഓർക്കുന്നില്ല ഏതെന്ന്, അല്ലെങ്കിൽ അവിടെ അടിയിലിട്ടാക്കി എവിടെ നിന്ന് എടുത്താണ്. പക്ഷേ ഇറ്റ് ഗീവ്സ് എ റീസണബിൾ ആൻഡ് സിംപ്ലിഫൈഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദി ജനറൽ ഇക്വിലിബ്രിയം ഫ്രെയിം വർക്ക് റിഗാർഡിംഗ് ഇമ്പോസിഷൻ ഓഫ് ടാരിഫ്. അതുകൊണ്ട് ഇത് നമുക്ക് ഇച്ചിരി സ്യൂട്ടബിൾ ആണ്. ഞാൻ തന്നെ ഒരു ഡയഗ്രാം വരയ്ക്കായിരുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. കാരണം നമുക്കിപ്പോൾ അടുത്തോളം ഞാനിത് തന്നെയായിട്ട് വരച്ച് ഈ ലൈൻ ശരിയാക്കി തരാം. ഇതുണ്ടോ, ഇതിങ്ങനെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ വരയ്ക്കരുത്, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കണം. പാരലിൽ നിന്നുള്ള അവിടെ വരണം. അത് മാത്രം നിങ്ങൾ ഈ ഡയഗ്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെനിക്കൊന്ന് വരയ്ക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടായിരിക്കും ഞാനത് ചെയ്തതിന്. ഓക്കെ, ആ ഒരു കാര്യം ഓർക്കണമല്ലോ. ഈ ഡയഗ്രത്തിൽ അങ്ങനെ ഒരു കറക്ഷൻ വരുത്തണമെന്ന് അറിയാലോ. ഓക്കെ,
അപ്പോൾ ശരി, അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് തീർന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ഞാനൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ക്ലോസ് ചെയ്യുന്നതിന് നമുക്ക് ഡിലീറ്റും കൂടെ ചെയ്തില്ലുണ്ടല്ലോ, വേർഡ് ചുമ്മാ ഓട്ടോ സേവാ. സെക്കൻഡ് പോയേക്കരുത്.